Like I put a recommendation in 1993 about having a Wildlife Crime Control Bureau. It took 16 years for that Wildlife Crime Control Bureau to come into being. Because our Babudam destroys good thinking, innovative interventions. We are masters of that. So what we have managed to do in places like Ranthambore at the moment is fantastic. It's a partnership between good people in government and good people outside government. The fact that we don't have more man-eating, the fact that we deal peacefully with man-eaters, the fact that it's a self-sufficient park, the fact is that even the visitor today is having a new experience. And I hope people who don't know better understand, respect this and applaud it. Because if they don't, they have something missing in them. ജൈവ വൈവിധ്യത്തിനും വന്യമൃഗ സംരക്ഷണത്തിനും വേണ്ടി ജീവിച്ച രാജ്യാന്തര പ്രസിദ്ധൻ. അരനൂറ്റാണ്ടുകാലം ഇന്ത്യയിലെ കടുവാ സംരക്ഷണ യജ്ഞത്തിൽ എന്നുവെച്ചാൽ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും കാടുകളിൽ അലഞ്ഞ കടുവകളെ ആഴത്തിൽ പഠിച്ച മനുഷ്യൻ, ഇന്ത്യൻ ടൈഗർമാൻ എന്ന് പ്രകീർത്തിക്കപ്പെട്ടയാൾ, അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ. ഒരുപാട് വിശേഷണങ്ങളുണ്ട് വാൽമീക് ഥാപ്പറിനെ കുറിച്ച്. കടുവാ സംരക്ഷണത്തിനായി ജീവിച്ച ഈ 73-കാരൻ ഡൽഹിയിലെ വസതിയിൽ ക്യാൻസറിനോട് കീഴടങ്ങിയിരിക്കുന്നു. വന്യജീവി സങ്കേതമായ രാജസ്ഥാനിലെ രൺതംബോർ ഓർത്താൽ ഥാപ്പറിനെ മറക്കാനാവില്ല. 1976 ഥാപ്പർ രൺതംബോറിൻ്റെ പുത്രനായി മാറുന്നത്. പ്രമുഖ ജന്തുസ്നേഹിയും കടുവാ സംരക്ഷകനുമായ ഫത്തേ സിംഗ് റാത്തോഡിനെ രൺതംബോറിൽ വെച്ച് കണ്ടുമുട്ടിയതു മുതൽ ജീവിതം മാറി. റാത്തോഡിനെ ഥാപ്പർ മാനസ ഗുരുവാക്കി. കടുവാ സംരക്ഷണത്തിനായുള്ള ജീവിതം അവിടെ തുടങ്ങി. കടുവകളുടെ കാൽപ്പാടുകൾ തേടിപ്പോയി. ഇരതേടലും പെരുമാറ്റ രീതികളും ആഴത്തിൽ പഠിച്ചു. കാടുകളിൽ അലഞ്ഞ് നിരീക്ഷിച്ചു വർഷങ്ങളോളം. നാഷണൽ പാർക്കുകളുടെ പരിസരത്തും കാട്ടിലുമായി ഒരുപാട് കാലം പലതവണ കഴിഞ്ഞു. BBC-യും നാഷണൽ ജിയോഗ്രഫിയും അനിമൽ പ്ലാനറ്റും അടക്കം ചാനലുകൾക്ക് വേണ്ടി പ്രസിദ്ധമായ ഡോക്യുമെൻ്ററികളും വീഡിയോകളും ഥാപ്പർ ചെയ്തു. പിന്നീട് കടുവാ സംരക്ഷണവും ആദിവാസി ക്ഷേമവും മുൻനിർത്തി രൺതംബോർ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുണ്ടാക്കി. 88-ൽ 2000 വരെ ഈ NGOയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകി. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 150ഓളം സമിതികളിൽ അംഗമായി. സംസ്ഥാന കേന്ദ്ര പരിസ്ഥിതി വന്യമൃഗ സംരക്ഷണ സമിതികൾ, സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള ദേശീയ വന്യജീവി സംരക്ഷണ ബോർഡ് അടക്കം. പക്ഷേ ഥാപ്പറിൻ്റെ ഭാഷയിൽ അതിൽ 90% കേവലം ബ്യൂറോക്രാറ്റിക് വഴിപാടുകളായിരുന്നു. കശുവണ്ടിയും കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചു തീരുന്ന ഉന്നതതല യോഗങ്ങൾ. അതുകൊണ്ട് കാടിനോ മൃഗങ്ങൾക്കോ ആദിവാസികൾക്കോ ഗുണമുണ്ടായില്ല, ഥാപ്പർ വിമർശിച്ചു. ൽ രാജസ്ഥാനിലെ സരിസ്കയിൽ കടുവാവേട്ടയെ തുടർന്ന് വംശനാശ ഭീഷണി നേരിട്ടപ്പോൾ രൂപീകരിച്ച ടൈഗർ ടാസ്ക് ഫോഴ്സിൽ ഥാപ്പറുണ്ടായി. അത് പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെന്ന് വിമർശിച്ച് പിന്നീട് സമിതി വിട്ടു. മോദി സർക്കാരിൻ്റെ പ്രൊജക്ട് ചീറ്റ പദ്ധതി പ്രകാരം ആഫ്രിക്കയിൽ നിന്ന് ചീറ്റകളെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുവരുന്നതിന് ഥാപ്പർ എതിരായിരുന്നു. ആഫ്രിക്കൻ ചീറ്റകൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഥാപ്പർ പറഞ്ഞു. കൊണ്ടുവന്ന 15-ൽ 8 പിന്നീട് ചത്തു. രൺതംബോറിനൊപ്പം ചന്ദ്രാപൂരിലെ ഇലപൊഴിയും വനമേഖലയായ തഡോബ അന്ധാരി നാഷണൽ പാർക്കിലും ജിം കോർബറ്റിലും കെനിയയിലെ മസായ്മാരയിലുമെല്ലാം അലഞ്ഞു. രാജസ്ഥാനിലെ സരിസ്ക, മധ്യപ്രദേശിലെ പന്ന, കൻഹ നാഷണൽ പാർക്കുകൾ, ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി, ബീഹാറിലെ വാൽമീകി, ജാർഖണ്ഡിലെ പലാവു, അങ്ങനെ നിരവധി വന്യജീവി സങ്കേതങ്ങളിലൂടെ യാത്രകൾ. 32 പുസ്തകങ്ങൾ എഴുതി. BBC-യുടെ പ്രശസ്തമായ ലാൻഡ് ഓഫ് ദ ടൈഗർ അടക്കം 16 ഡോക്യുമെൻ്ററികൾ. വാൽമീകിൻ്റെ ജീവിതവും ചേർത്ത് ഡോക്യുമെൻ്ററി വന്നു, മൈ ടൈഗർ ഫാമിലി. അസാധാരണ കുടുംബ പശ്ചാത്തലമുണ്ട് വാൽമീക് ഥാപ്പറിന്. മുംബൈയിൽ ജനിച്ചു. പഠിച്ചത് പ്രശസ്തമായ ഡൂൺ സ്കൂളിലും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും. പിതാവ് രമേഷ് ഥാപ്പർ ജേർണലിസ്റ്റും ചരിത്രകാരനും മാർക്സിസ്റ്റ് ബുദ്ധിജീവിയും. അമ്മ രാജ് ഥാപ്പർ ചരിത്രകാരിയും എഴുത്തുകാരിയും. ഭാര്യ പ്രസിദ്ധ നടൻ ശശി കപൂറിൻ്റെ മകളും നാടക പ്രവർത്തകയുമായ സഞ്ജന കപൂർ. പിതാവിൻ്റെ സഹോദരി വിഖ്യാത ചരിത്രകാരി റോമില ഥാപ്പർ.
അമ്മാവൻ പ്രമുഖ ജേർണലിസ്റ്റ് കരൺ താപ്പർ. അങ്ങേയറ്റം സക്രിയമായാണ് താപ്പർ ജീവിച്ചത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും അനുസ്മരിച്ചതുപോലെ കടുവാ സംരക്ഷണത്തിനായി ജീവിതമൊഴിഞ്ഞു വെച്ച് ഐതിഹാസികമായി ജീവിച്ചയാൾ തൻ്റേതായ ബോധ്യങ്ങളിൽ നിർഭയമായി ഇടപെട്ടു, വാദിച്ചു, തർക്കിച്ചു, സ്വയം നീതി പുലർത്തി. അസുഖകാലത്തും ഖാണ്ടൽ ടൈഗർ റിസർവ് പ്രോജക്റ്റ് എന്ന പുതിയ പദ്ധതിയിലായിരുന്നു താപ്പർ. ഡൽഹി കൗട്ടില്യ മാർഗിലെ വീട്ടിൽ ക്യാൻസർ ബാധിച്ച അവശനായിട്ടും വായനയും ഇടപെടലും ജന്തു സംരക്ഷണ ശ്രദ്ധയും പുലർത്തിയ അദ്ദേഹം. താപ്പറിൻ്റെ വിയോഗത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇങ്ങനെ എഴുതി: വാൽമീകി താപ്പർ, ദ വൺ മാൻ ആർമി ഹു സെക്വേർഡ് ദ ടൈഗർ വിത്ത് ലവ് ആൻഡ് ഓ.